എൻ്റെ രാഷ്ട്രീയ മേഖലയിലെ പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ 1999 ആരംഭിച്ചതാണ്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 2000 വർഷത്തിൽ ഞാൻ ഇപ്പോൾ മത്സരിച്ച കിഴക്കുംപാട്ടിയുടെ ഡിവിഷനിൽ സീറ്റ് ആഗ്രഹിച്ചതാണ്. അതിനൊക്കെ തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് അന്നേരം സീറ്റ് കിട്ടിയില്ല. അതിനുശേഷം 2004 മുതൽ 2007 വരെ ഞാൻ തൃശ്ശൂർ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ഇപ്പോഴത്തെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റിന്റെ കൂടെ അദ്ദേഹം അന്നേരം പ്രസിഡന്റ്, ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. 2007 മുതൽ 2009 വരെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഏക വനിതാ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. എൻ്റെ കൂടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്നവര് ഇപ്പോഴത്തെ മൂവാറ്റുപുഴ MLA അഡ്വക്കേറ്റ് മാത്യു കുഴനാടൻ, അതുപോലെ എറണാകുളം ജില്ലാ പ്രസിഡന്റ് ഷിയാസ്, ഇവരൊക്കെ ഞങ്ങൾ ഒരുമിച്ച് ഒരു കാലഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസിൽ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു 2007-2009. 2009 മുതൽ 2014 വരെ ഞാൻ മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു. 2 സംസ്ഥാന നേതാക്കളുടെ കൂടെ, അതായത് അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാൻ മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷയായിരുന്നപ്പോഴും അഡ്വക്കേറ്റ് ബിന്ദുകൃഷ്ണ മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷയായിരുന്നപ്പോഴും ഞാൻ അവരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സംസ്ഥാന ഭാരവാഹിത്വം കിട്ടുമ്പോൾ നമുക്ക് മറ്റു ജില്ലകളിലേക്കാണ് ചാർജ് തരാം. യൂത്ത് കോൺഗ്രസ് ആയിരുന്നപ്പോൾ ഞാൻ മലപ്പുറം ജില്ലയിലും, മഹിളാ കോൺഗ്രസ് ആയിരുന്നപ്പോൾ പാലക്കാട് ജില്ലയിലൊക്കെയാണ് വർക്ക് ചെയ്തിരുന്നത്. അതിനുശേഷം 2014 മുതൽ ഈ കാലയളവ് വരെ, ഈ നിമിഷം വരെ ഞാൻ തൃശ്ശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഏക വനിതാ വൈസ് പ്രസിഡന്റാണ്. അങ്ങനെ വളരെ ഏകദേശം പറയുകയാണെങ്കിൽ 27 വർഷം ഞാൻ പാർട്ടിയിൽ ഈ ജോലിയും സാമൂഹ്യ പ്രവർത്തനം, ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം മാത്രമല്ല സ്കൂളുകളിലും കോളേജുകളിലും പള്ളികളിലും ഒക്കെ ക്ലാസ് എടുക്കാൻ, ബോധവൽക്കരണ ക്ലാസ്സുകൾ എടുക്കാനും ക്യാമ്പ് നയിക്കാനും മാരേജ് പ്രിപ്പറേഷൻ കോഴ്സിന് ക്ലാസ് എടുക്കാനും ഒക്കെ അനേകം വർഷങ്ങൾ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ മെൻസ്ട്രൽ കപ്പ്, അതിൻ്റെ ബോധവൽക്കരണം, സ്ത്രീകൾ മെൻസ്ട്രൽ സാനിറ്ററി പാഡിൽ നിന്നും മെൻസ്ട്രൽ കപ്പിലേക്ക് മാറണം എന്നുള്ള വിപ്ലവകരമായ ഒരു മാറ്റം വേണമെന്ന് പറഞ്ഞിട്ടുള്ള ബോധവൽക്കരണ ക്ലാസ്സുകൾ ജില്ലയിലും ജില്ലയ്ക്ക് പുറത്തുമൊക്കെ അനേകം ക്യാമ്പുകളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വർഷം കാത്തിരുന്നിട്ടാണ് എനിക്കിപ്പോൾ ഒരു അവസരം